പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ട പ്രീവിയസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യം ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു. ആ സമയം കൊണ്ട് നിങ്ങളുടെ ആൻസർ കണ്ടെത്തുക. ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരും. അങ്ങനെയാണ് നമ്മുടെ ഈ മോക്ക് ടെസ്റ്റ് പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് അത് പ്രയോജനം ചെയ്യും. അപ്പം അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. എന്താണ് ദ ഓപ്പോസിറ്റ് ഓഫ് സ്ക്രപ്ലെസ് ഈസ്? സ്ക്രപ്ലെസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നതിനുള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ആൻസർ വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞാൻ ആൻസർ പറയാൻ പോവുകയാണ്. ഏതാണ്? മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. കെയർലെസ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ സ്ക്രപ്ലെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെയർഫുൾ എന്നാണ് അല്ലെ? അതായത് ശ്രദ്ധയോടെ എന്നാണ് സ്ക്രപ്ലെസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അത് സിനോണിമായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കെയർഫുൾ എന്ന് എഴുതാം. ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കാൻ നമുക്ക് കെയർലെസ് എന്ന് പറയാം. ഇനി ഇതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പ്രിസൈസും എഴുതാം, കോഷ്യസ് ഒക്കെ എഴുതാവുന്നേ ഉള്ളൂ. പ്രിസൈസ് എന്ന് എന്താ? വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ടുള്ളത് ആണ് പ്രിസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഷ്യസ് അത് തന്നെയാണ്, മുൻകരുതലുള്ള. എന്നാൽ ട്രാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? പ്രശാന്തത എന്നർത്ഥമില്ല, പ്രശാന്തമായത് എന്നാണ് ട്രാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ സ്ക്രപ്ലെസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? കെയർലെസ് ആണ്. കെയർലെസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, നിങ്ങളുടെ ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾ ഒരു മാർക്ക് നിങ്ങൾ അതിനുവേണ്ടി കൂട്ടിവെക്കുക. ഈ ഒരു മാർക്ക് കിട്ടിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഇനി അടുത്തത് റിപ്പോർട്ട് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണ്? ഹി സേസ് ഐ ആം വെരി ബിസി, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. നമുക്കിങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹി സേസ് ദാറ്റ് ഹി ഈസ് വെരി ബിസി, ഹി സെഡ് ദാറ്റ് ഹി വാസ് വെരി ബിസി, ഹി സെഡ് ദാറ്റ് ഹി ഈസ് വെരി ബിസി, ഹി സേസ് ദാറ്റ് ഹി വാസ് വെരി ബിസി. അപ്പൊ ഈ പറയുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ നിങ്ങളുടെ മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ആൻസർ പറയാൻ പോവുകയാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഹി സേസ് ദാറ്റ് ഹി ഈസ് വെരി ബിസി. അപ്പൊ ഇത് ഞാൻ ആൻസർ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകാം, എന്താണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് മാറണ്ടേ എന്ന് അല്ലെ? അങ്ങനെയാകുമ്പോൾ ഇവിടെ ഈസ് അല്ല വാസ് അല്ലേ വരേണ്ടത്, ഇതല്ലേ ആൻസറായി വരിക എന്ന് പലരും മനസ്സിൽ ചോദിക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആ ടെൻസ് മാറ്റുന്ന എപ്പോൾ മാത്രമാണ്? ഇവിടുത്തെ അതായത് ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ വരുന്ന ഭാഗം. ഇനി നമ്മൾ എന്ത് വിളിക്കും? റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അവിടുത്തെ വെർബ്, ആ വെർബിനെ നമ്മൾ നോക്കുക. ആ വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസോ ഫ്യൂച്ചറോ ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ടെൻസ് ഫോം മാറ്റത്തില്ല. എപ്പോൾ മാത്രമാണ് നമ്മൾ ടെൻസ് ഫോം മാറ്റുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമാണ് ഇവിടുത്തെ ടെൻസ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പം എങ്ങനെ വരത്തുള്ളൂ? ഹി സേസ് ദാറ്റ്, ഐയെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം, ഇവൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഹി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈസ് ആ മാറിലെ ഈസ് ആയിരിക്കും ഉപയോഗിക്കുക. ഹി ഈസ് വെരി ബിസി. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഐ മെറ്റ് ഹിം അറ്റ് ഡാഷ് ചർച്ച്. അതായത് അവനെ ചർച്ചിൽ വെച്ച് ഞാൻ കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. എ ഉണ്ട്, ദായുണ്ട്, ആനുണ്ട്, പിന്നെ ഓപ്ഷന്റെ ആ ഒരു എന്താണ് ഡി ആക്കാൻ വേണ്ടി ഒരു 1 എന്ന് പറയുന്നൊരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം ഇത്രയും പറയുന്ന സമയത്തുള്ള തന്നെ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ നിങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ ഏതായിരിക്കും ആൻസർ? ഞാൻ പറയാൻ പോവുകയാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ദായാണ്. എന്തുകൊണ്ടാണ് ദ വരാൻ കാരണം? എന്തായിരിക്കും? ഇവിടെ നോക്കുക, ചർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ഥാപനമാണല്ലോ. അപ്പൊ അതിന്റെ മുന്നിൽ നമ്മൾ എന്തായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ദ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഐ മെറ്റ് ഹിം അറ്റ് ദ ചർച്ച് എന്നാണ് പറയേണ്ടത്. ദായാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ഹി ഹാസ് സെൻഡ് മീ എ പ്രസന്റ്. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിനെ എന്ത് ചെയ്യണം? പാസീവ് ഫോമിലേക്ക് മാറ്റണം. അത് ഈ പറയുന്നിരിക്കുന്ന സെന്റൻസിന്റെ പാസീവ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും പാസീവ് ഫോം എന്ന് പറയുമ്പോൾ? ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ മനസ്സിൽ രേഖപ്പെടുത്തുക. ഇത് ഞാൻ ഇച്ചിരി സമയം തരികയാണ്, കാരണം ഇത് വായിച്ച് കറക്റ്റ് നോക്കാൻ വേണ്ടി. ഓക്കെ, എങ്കിൽ പോലും ഞാൻ കൂടുതൽ സമയം തരുന്നില്ല. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഹി ഹാസ് സെൻഡ് മീ എ പ്രസന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ആദ്യം വരേണ്ടത്? ഒബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 2 ഒബ്ജക്ട്സ് ഉണ്ട്. ഏതൊക്കെയാ? മീയും ഉണ്ട്, എ പ്രസന്റ് എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ 2 ഒബ്ജക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സെന്റൻസിൽ 2 ഒബ്ജക്റ്റ് വരുമ്പോൾ അതിൽ ഒരു ഒബ്ജക്റ്റ് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. അടുത്ത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. എന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതായത് ആ സെന്റൻസിനോട് നമ്മൾ ചോദ്യം ചോദിക്കുക. എന്ത് ചോദ്യം ചോദിക്കുക? വാട്ട് അല്ലെങ്കിൽ ഹും, അല്ലേ? എന്ത് അല്ലെങ്കിൽ ആരെ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും അടുത്ത ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി ടു വാട്ട്, ടു ഹും, അതായത് ആർക്ക്, എന്തിന് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഈ സെന്റൻസ് ചോദിക്കുക, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ എനിക്കൊരു പ്രസന്റ് അയച്ചു തന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവൻ എന്താണ് അയച്ചത്? പ്രസന്റ്. അപ്പൊ എന്ത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? എ പ്രസന്റ് എന്നുള്ളതാണ്. എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും? ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി ആർക്കാണ് നൽകിയത്? എനിക്ക്. അപ്പൊ ഈ മീ എന്ന് പറയുന്നതായിരിക്കും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഡയറക്റ്റ് ഒബ്ജക്റ്റിനെയും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെയും കണ്ടെത്താനുള്ള മാർഗം ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കുന്നത്? ഇത്തരത്തിൽ 2 ഒബ്ജക്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനായിരിക്കണം? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനായിരിക്കണം. ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അതാ മീ ആണ്. അപ്പൊ മീയെ നമ്മൾ ആദ്യം കൊണ്ടുവരുമ്പോൾ എന്താണ്? ഐ എന്ന് വരണം. അപ്പൊ അങ്ങനെ ഐ എന്ന് പറയുന്ന സംഭവം ഉണ്ടോ നോക്കുമ്പോൾ ഉണ്ട്, ഐ. പിന്നെ നമുക്ക് ഈ ഹാസോ ഹാവലെ ഹാവ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ ബീൻ, ഓക്കെ, സെൻ. അപ്പോൾ നമ്മൾ ഇത് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ രീതിയിൽ പഠിച്ചു വെക്കുകയാണ്, നമ്മൾ ഇത് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ അർത്ഥം വ്യത്യാസമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇങ്ങനെ വായിക്കുമ്പോൾ എന്തോ അർത്ഥം? ഞാൻ അയക്കപ്പെട്ടു എന്നായിപ്പോവും. എന്താണ് ആക്ച്വലി അവൻ അയച്ചത്? പ്രസന്റ് ആണ് അയച്ചത്, അല്ലെ? പ്രസന്റ് ആണ് അയക്കപ്പെട്ടത് എന്നാ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അർത്ഥം കൊണ്ട് ഇത് തെറ്റാണ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വന്നതെങ്കിലും, ആദ്യം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വന്നതെങ്കിലും, അങ്ങനെ വരുമ്പോഴും ഇവിടുത്തെ മീനിങ്ങിന് വ്യത്യാസം വരാൻ പാടില്ല. ഓക്കെ, പക്ഷെ ഇവിടെ മീനിങ്ങിന് വ്യത്യാസം വന്നു. അവനെ അയച്ചെന്നായി മാറും. ഇവിടെ പ്രസന്റ് ആണ് അയച്ചത്, ഒരു പ്രസന്റ്, ഒരു സമ്മാനമാണ് അയച്ചത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിലും ഇതിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നോക്കുമ്പോഴെല്ലാം എ പ്രസന്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്? ഇത്തരത്തിൽ 2 ഒബ്ജക്റ്റുകൾ വരുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് തുടങ്ങേണ്ടത്. അതാണ് അതിന്റെ ശരിയായ രീതി. എന്നാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റിൽ തുടങ്ങാൻ പറ്റത്തില്ലയോ? തുടങ്ങാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് ഒബ്ജക്റ്റിലും തുടങ്ങാം. ഇവിടെ ആ ഒരു വേർഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് തെറ്റിയ സ്ഥിതിക്ക് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് ആണ് ഇവിടെ പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എ പ്രസന്റിൽ തുടങ്ങണം. അപ്പൊ എ പ്രസന്റ്, ഇവിടെയുണ്ട് എ പ്രസന്റ്, ഇവിടെയുണ്ട് എ പ്രസന്റ്. എ പ്രസന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഹാസ് ഓർ ഹാവ് ആണ് വരുന്നത്. അതിനകത്ത് എ പ്രസന്റ് സിംഗിൾ ആയിട്ട് നമ്മൾ ഹാസ് എഴുതി. പിന്നെ ബീൻ വരണം. അതെ, പ്രസന്റ് പെർഫെക്റ്റിൽ അതായത് ഹാസ് സെന്റ് അല്ലെങ്കിൽ ഹാഡ് സെന്റ്, ഹാവ് സെന്റ് എന്ന് ഇങ്ങനെ ഇത്തരത്തിൽ ആക്റ്റീവ് വോയിസിൽ കാണുകയാണെങ്കിൽ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈ ഹാസിന്റെയും ഹാവിന്റെയും ഹാഡിന്റെ ശേഷം നമ്മൾ ബീൻ ചേർക്കണം. എന്നിട്ടേ V3 എഴുതാവും. അപ്പൊ അങ്ങനെ പേര് കറക്റ്റ് ആണ്. എ പ്രസന്റ് ഹാസ് ബീൻ സെന്റ്. ഒരു പ്രസന്റ് എന്താണ്? അയച്ചു. ആർക്ക? എനിക്ക്. അപ്പൊ ടു മീ എന്ന് പറയണം. ടു മീ ബൈ ഹിം. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇതാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ എന്താ? എ പ്രസന്റ് ഹാസ് ബീൻ സെന്റ് ടു മീ. ഇതും ശരിയായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇവിടെ ബൈ ഹിം എന്ന് തന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഹി വന്ന സ്ഥിതിക്ക് നമുക്ക് ബൈ ഹിം എന്ന് എഴുതാം. ഇവിടെ ദേ അല്ലെങ്കിൽ സംബടി ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ ഡെഫിനറ്റ് ആയി സബ്ജക്റ്റ് അവനാണ് എനിക്ക് അയച്ചത്. അത് നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ ബൈ ഹിം എന്ന് വന്നേ പറ്റത്തുള്ളൂ.
ഇതും കറക്റ്റ് തന്നെയാണ്. എങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടുത്തെ സബ്ജക്റ്റ് ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിന് പകരം ഏതെങ്കിലും ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് വന്നിരുന്നെങ്കിൽ, ഇൻഡെഫിനിറ്റ് എന്ന സബ്ജക്ട്സ് ഏതൊക്കെയാ എന്ന് വെച്ചാൽ നമുക്ക് ആരാണെന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് സംബടി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആരാണ്. സമ്മൺ അല്ലെ, എവരിബഡി, എവരി വൺ, നോബഡി, നോ വൺ, നൺ, അല്ലെങ്കിൽ ദേ, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. അതാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ആൻസർ പരിഗണിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഹി എന്ന് പറഞ്ഞ ഡെഫിനിറ്റ് സബ്ജക്റ്റ് വന്ന സ്ഥിതിക്ക് നമുക്ക് ബൈ ഹിം എന്ന് എഴുതിയേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഇതും പറ്റത്തില്ല. ഇനി ഇത് ശരിയാത്തില്ല, എന്താ ടെൻസ് മാറി, അതും പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദ ആന്റണിം ഓഫ് അനിമോസിറ്റി ഈസ്. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തായിരിക്കും ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നിട്ടുണ്ടാവും. എൻ്റെ ക്ലാസ് സ്ഥിരം കാണുന്നവർക്ക് അനിമോസിറ്റിയുടെ എന്താണ് ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ലവ് ആയിരിക്കും. ലവ്, ഇതാണ് കറക്റ്റ് ആൻസർ. ലസ്റ്റ് എന്ന് വെച്ചാൽ ആസക്തി എന്നർത്ഥം. ലക്കും ലോസും ഒക്കെ നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എന്താണ് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഞാൻ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ PSC തന്നിരിക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ അല്ലത്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ദേ ക്യാൻ റൈറ്റ് ക്വിക്ലി, പെട്ടെന്ന് നമുക്ക് എഴുതാം. ക്യാനെ കൊണ്ടുവരാം, ക്യാൻ. ഓക്കെ, അപ്പം നിങ്ങൾ ആൻസർ ഇതിനകത്ത് കണ്ടെത്തിയെന്ന് എനിക്കറിയാം, പെട്ടെന്ന് തന്നെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, സിമ്പിൾ ആയതുകൊണ്ട്. ക്യാൻ. പിന്നെ ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് കൊടുക്കുന്നു. ഇപ്പൊ ക്യാറ്റ്. പിന്നെ ഇവിടുത്തെ പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ് അതായിരിക്കും ദേ ആയിരിക്കും. അപ്പൊ കാൺ ദേ, അതേതാ ആണ്ട് ഈ പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് എ പ്ലേസ് വെയർ ഗവൺമെന്റ് ഓർ പബ്ലിക് റിക്കാർഡ്സ് ആർ കെപ്റ്റ്. ഇത് പലതവണ നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. PSCയും ചോദിച്ചിട്ടുണ്ട് പലതവണ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് ആൻസർ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. അത് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അതേ ആൻസർ തന്നെയാണ്. ഏതാണ്? ആർക്കൈവ്. ഇതാണ് കറക്റ്റ് ആൻസർ. മ്യൂസിയം നമുക്കറിയാം, ഷെൽഫ് നമുക്കറിയാം. സെല്ലാർ എന്ന് വെച്ചാൽ എന്താ? നിലവറ എന്നർത്ഥം. അതാണ് നിലവറ, ആണ് സെല്ലാർ. അടുത്ത ചോദ്യം, ഗീവ് വൺ വേർഡ് ഫോർ കാസ് ടു ഫീൽ ഷെയിം. നാണക്കേട് തോന്നാൻ കാരണമാകുന്നത് എന്തായിരിക്കും? ഏതായിരിക്കും? നിങ്ങൾ മനസ്സിലേക്ക് നിങ്ങളുടെ ആൻസർ വരട്ടെ. പ്യൂരിഫൈ ആണോ, മോർട്ടിഫൈ ആണോ, സ്റ്റെറൈൽ ആണോ, മ്യൂട്ടിങ് ആണോ? ഏതായിരിക്കും? മോർട്ടിഫൈ ആണ്. മോർട്ടിഫൈ. ഇതാണ് കറക്റ്റ് ആൻസർ. പ്യൂരിഫൈ എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുക, സ്റ്റെറൈൽ എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക, മ്യൂട്ടിങ് എന്ന് വെച്ചാൽ നിശബ്ദമാക്കുക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന മോർട്ടിഫൈ ആണ്. ഇനി അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ്. ഇത് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇതേ ചോദ്യം തന്നെ. അവിടെ നിങ്ങൾക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് ഇതിന്റെ ആൻസർ അറിയാം. യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അണ്ടിൽ ഡാഷ് ഓർഡേഴ്സ്. ദ വേർഡ്സ് ഓഫൺ കൺഫ്യൂസിങ് എന്ന് പറയുന്ന ഭാഗത്ത് ആ ടോപ്പിക്കിലെ ചോദ്യമാണ്. എന്തായിരിക്കും? സിമ്പിൾ ആണ്. നിങ്ങളുടെ ആൻസറിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഏതാ? ഫർദർ ആണ്. ഫർദർ. ഫർദർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇനിയൊരു എന്നർത്ഥമില്ല. അപ്പൊ ഇനിയൊരു ഓർഡർ വരുന്നിടം വരെ നിങ്ങൾ സസ്പെൻഷനിലായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫാർദർ എന്ന് പറയുമ്പോൾ എന്താ? ദൂരത്തെ സൂചിപ്പിക്കുന്നത്. ഫ്യൂച്ചർ നമുക്കറിയാമല്ലോ, ഭാവി. നെക്സ്റ്റ്, അടുത്തത്. ഓക്കെ, ഇവിടെ കറക്റ്റ് വരിക ഫർദർ ആണ്. ഇതെഴുതിയവർക്ക് ഒരു മാർക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഹി ബിഹേവ്സ് ആസ് ഇഫ് ഹി ഡാഷ് മാഡ്. ഇത് പലതവണ നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആസിഫ് വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആസിഫിന് മുമ്പുള്ള ഭാഗം നമ്മൾ നോക്കുക. അത് ഇന്ന ടെൻസ് ആണെങ്കിൽ അത് ഇന്ന ടെൻസിലേക്ക് അപ്പുറത്ത് എഴുതണം. അത് തിരിച്ചങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ ഏതായിരിക്കും? ഹി വെയർ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അതായത് ആസിഫിന് തൊട്ടുമുമ്പ് ഭാഗം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ നമുക്ക് വാസോ വെയറോ ഉപയോഗിക്കാം. പക്ഷെ ആസിഫ് വന്ന സ്ഥിതിക്ക് ഹി സിംഗുലർ ആയാലും നമ്മൾ എന്ത് ഉപയോഗിക്കാവോ? വേറെ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ രീതി. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വെയർ ആണ്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം ഓഫ് ദ ഫോളോയിങ് സെന്റൻസ്. അപ്പൊ ഇൻഡയറക്റ്റ് ഫോം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുമ്പോൾ ദ ടീച്ചർ സെറ്റ് ദ എർത്ത് മൂവ്സ് അറൌണ്ട് ദ സൺ. ഇവിടെ ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് വായിക്കുക, നിങ്ങളുടേതായിട്ടുള്ള ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തുക മനസ്സിൽ. ഓക്കെ, ഇതിനെല്ലാം കൂടെ വളരെ തുച്ഛമായ സമയം നമുക്ക് ഉള്ളൂ. PSC പരീക്ഷയ്ക്ക് ആയാലും പോലും ഒരു ക്വസ്റ്റിന് നമുക്ക് സെക്കൻഡുകളുടെ ഇതേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയദൈർഘ്യമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ ശരിയായ ആൻസർ പറയാം. എന്തായിരിക്കും? ദ ടീച്ചർ
said that the earth moves around the sun. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി എങ്ങനെയാണ് ഇത് ശരിയായിട്ടുള്ള ആൻസറായി വന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞു ഇവിടുത്തെ വെർബ് നോക്കണം, അത് പാസ്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ടെൻസ് മാറ്റണം. നമുക്ക് ഇവിടെ പാസ്റ്റ് ആണ് സെറ്റ്, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മൂഡ് എന്നാണ് വരേണ്ടത്, നമ്മൾ ആ പറഞ്ഞ രീതിയാണെങ്കിൽ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ പറഞ്ഞ ഡയറക്റ്റ് സ്പീച്ച് തന്നിരിക്കുന്ന സെൻറ്റൻസിനെ നമ്മൾ നോക്കണം. ഇത് ഏതെങ്കിലും യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഫാക്ട്സ് ആണോ നോക്കണം. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അതിനെ ഏത് ടെൻസിൽ എഴുതാവൂ, അല്ലെങ്കിൽ അതിൻ്റെ ടെൻസ് നമ്മൾ മാറ്റാൻ പാടില്ല. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, സോ ഇവിടെ ടെൻസ് മാറ്റാൻ പാടില്ല, ഇവിടെ മൂവ്സ് തന്നെ എഴുതണം. അപ്പോൾ ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ. ഇനി നമ്മൾ നോക്കുക, ഇവിടെ മാത്രമേ ഉള്ളൂ മൂവ്സ് എന്ന് വന്നിരിക്കുന്നത്. നോക്കുമ്പോൾ ഇവിടെയും മൂവ്സ് ഉണ്ട്, അതുപോലെ ഇവിടെയും മൂവ്സ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ രണ്ടും ശരിയാകത്തില്ലേ? നമുക്ക് നോക്കാം ശരിയാവുമെന്ന്. ഇവിടെ എന്താ പറയുന്നത്? ടീച്ചർ ആസ്ക്ഡ് ദാറ്റ് എന്ന്, ആസ്ക് ചോദിച്ചു എന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ഇവിടെ ആസ്ക് എന്ന് എഴുതണമെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് എന്തായിരിക്കണം? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും, അത് ചോദ്യവാക്യമായിരിക്കും. ചോദ്യവാക്യം വരുമ്പോഴാണ് നമ്മൾ ആസ്ക് എന്ന് എഴുതുന്നത്. പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സെഡ് ദാറ്റോ ടോൾഡ് ദാറ്റോ ആണ് എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇത് തെറ്റാണ്. ഇവിടെ നോക്കുക, ഇവിടെ മൂവ്സ് ഉണ്ട്, ഇവിടെ ടോൾഡ് എന്ന് പറയുന്നുണ്ട്, ദാറ്റും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പരിഗണിക്കാവുന്നതല്ലേ? സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ടോൾഡ് ദാറ്റോ സെഡ് ദാറ്റോ എഴുതാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടോൾഡ് ദാറ്റ് എഴുതുന്ന എപ്പോഴായിരിക്കും? നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ സെഡ് ടു മീ, ദ ടീച്ചർ സെഡ് ടു മീ എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ പരിഗണിക്കാം. അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരോടെന്ന് പറഞ്ഞിട്ടില്ല, ടീച്ചർ സെഡ് എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ അർത്ഥത്തിൽ ഇതും ശരിയാവില്ല. അപ്പൊ പൂർണ്ണമായും ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസ് ഫ്രം ദ വേർഡ്സ് ഗിവൺ. അപ്പൊ നോക്കാം, ദ മിനിസ്റ്റേഴ്സ് ഡാഷ് വാസ് ആക്സെപ്റ്റഡ്. ഇവിടെ റിസൈൻഡ് ഉണ്ട്, റിസൈൻ ഉണ്ട്, റിസൈനിങ് ഉണ്ട്, റെസിഗ്നേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കണം. റിസൈൻഡ് എന്ന് ചേർത്ത് എന്താ? രാജിവെച്ചു എന്നാണ്. അതിവിടെ വരത്തില്ല. റിസൈൻ രാജിവെക്കുക. റിസൈനിങ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അങ്ങനെ ടെൻസ് ഫോം ഇല്ലാത്ത നമ്മളിതിനെ പരിഗണിക്കുന്നില്ല. ഇങ്ങനെയുള്ള റെസിഗ്നേഷൻ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മന്ത്രിയുടെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മന്ത്രിയുടെ രാജി അക്സെപ്റ്റ് ചെയ്യുന്ന. അപ്പൊ ഇവിടെ നൗൺ ഫോം ആണ് വരുന്നത്. നൗൺ ഫോം ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഏതാ? ഈ റെസിഗ്നേഷനാണ്. ഇതെല്ലാം വെർബ് ഫോമാണ്. ഇത് രണ്ടും വെർബ് ഫോമാണ്. ഇത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം. നമുക്ക് നൗൺ ഫോം ആണ് വരേണ്ടത്. സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് സിനോണിം ഓഫ് ദ വേർഡ് ക്ലിഞ്ച്ഡ്. ക്ലിഞ്ച്ഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്, മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബൗണ്ടഡ് ഉണ്ട്, ഫൈനലൈസ്ഡ് ഉണ്ട്, ഡിവോട്ടഡ് ഉണ്ട്, ആർഗ്യൂഡ് ഉണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ആൻസർ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഞാൻ പറയാൻ പോവാണ്, ആൻസർ പറയാൻ പോവുകയാണ്. ഏതാണ്? ഫൈനലൈസ്ഡ് ആണ്. ഫൈനലൈസ്ഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഫൈനലൈസ്ഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കാം, ഹി ഡിഡ് നോട്ട് സ്മൈൽ ഡാഷ് ഐ അപ്പോളജൈസ്ഡ്. നോക്കാം, സ്റ്റില്ലുണ്ട്, അണ്ടിലുണ്ട്, യെറ്റ് ഉണ്ട്, ഫോർ ഉണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും ഇത്? ഇതിവിടെ നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഹി ഡിഡ് നോട്ട് സ്മൈൽ, അവൻ ചിരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഐ അപ്പോളജൈസ്ഡ് എന്നും പറയുന്നുണ്ട്. ഞാൻ എന്താണ് അപ്പോളജ് ചെയ്തെന്നും പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനായിരിക്കും വരിക? എങ്ങനായിരിക്കും? അണ്ടിലാണ് വരേണ്ടത്. കാരണം ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നിടം വരെ അവൻ ചിരിച്ചില്ലെന്നർത്ഥമില്ല. അപ്പോൾ ഇവിടെ അണ്ടിലാണ് വരേണ്ടത്. ഇപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്ലി സ്പെൽ. അത് പീഡിയാട്രിക്സ് എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതൊക്കെ PSC പലതവണ ചോദിക്കുന്നതാണ് ഈ വാക്കൊക്കെ. അപ്പം അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത സെൻസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് കൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ മനസ്സിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ ആൻസർ പറയുകയാണ്, നമ്മൾ ശരിയായിട്ടുള്ള ആൻസർ പറയുകയാണ്. അത് D എന്ന് പറയുന്ന ഓപ്ഷനാണ്, പീഡിയാട്രിക്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ലോസ്റ്റ് ഹിസ് പെൻ. ഇത് പലരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം ഇവിടെ ഈസ് ഉണ്ട്, ഹാസ് ഉണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ വാസ് ഉണ്ട്.
ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഹാവ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇത് ചിലരെയൊക്കെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ചോദ്യം. ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ ആയി വരിക? അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ കൺഫ്യൂഷൻ വരാമെന്ന് പറയാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വൺ ഓഫ് ദ സ്റ്റുഡൻസിനെ എങ്ങനെ കാണുന്നു എന്ന് ആശ്രയിക്കും. ഈ വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചിലവർ ഇതിനെ പ്ലൂറലായിട്ട് പരിഹരിക്കണം. സ്റ്റുഡൻസ് എന്ന് വന്നുകൊണ്ട് ഇത് പ്ലൂറൽ ആണെന്ന് ധരിച്ചുകൊണ്ട് ഹാവ് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. നോക്കാം, ബാക്കിയെല്ലാം സിംഗുലർ, ഹാസ്, ഈസ്, വാസ് ഒക്കെ. എന്നാൽ ചില ആൾക്കാർ വൺ ഓഫ് ദ സ്റ്റുഡൻസിനെ സിംഗുലറായി പരിഗണിക്കും. അങ്ങനെ സിംഗുലറായി പരിഗണിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ എഴുതാം? ഹാസ് എഴുതാം, ഈസ് എഴുതാം, വാസ് എഴുതാം. എന്നാൽ യഥാർത്ഥത്തിൽ വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് നോക്കുമ്പോൾ സാധാരണ സബ്ജക്റ്റ് ഒരു സിംഗിൾ വേർഡോ ഒക്കെ ആയിട്ടൊക്കെ വരാറുള്ളൂ. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ടാണ് ഇവിടെ സബ്ജക്റ്റ് നിൽക്കുന്നത്. ഇത്രയുമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അങ്ങനെ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ നോക്കും, അവിടെ പ്രിപ്പോസിഷൻ ആയിട്ട് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇവിടെ നോക്കുമ്പോൾ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ വരുന്നതായിരിക്കും മിക്കപ്പോഴും അവിടുത്തെ ഹെഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ വൺ ആണ്. ഈ വൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെന്നർത്ഥം. അപ്പോൾ ഒരാളേ ഉള്ളൂ. സോ സിംഗുലറിനെ ഇവിടെ പരിഗണിക്കാവും. അപ്പോൾ ഇവിടെ ഹാവിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. പിന്നെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഹാസ് ഉണ്ട്, ഈസ് ഉണ്ട്, വാസ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്, ഈ സെന്റൻസിനകത്ത് പ്രത്യേകിച്ച് ടൈമിംഗ് വേർഡ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ, ഈ ടെൻസിന്റെ ടൈമിംഗ് വേർഡുകൾ ഒന്നും തന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് നടക്കുന്നത് എന്ന് നമ്മളെ ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, അതായത് ടൈമിംഗ് വേർഡ് ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും, ഒപ്പം തന്നെ അത് സിമ്പിൾ സെന്റൻസ് ആണെങ്കിലും ഈ രണ്ട് കണ്ടീഷനിലും നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിനെ ഏത് ടെൻസായിട്ടേ പരിഗണിക്കത്തുള്ളൂ? പ്രസന്റ് ടെൻസായിട്ടേ പരിഗണിക്കത്തുള്ളൂ. സോ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വാസിനെ ഇവിടെ നമുക്ക് കളയാം. ഇത് നമ്മുടെ ഉള്ളത് ഹാസും ഈസുമാണ്. ഇവിടെ ഹാസ് ആയിരിക്കുമോ ഈസ് ആയിരിക്കുമോ നമ്മൾ എഴുതുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ലോസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അത് നഷ്ടപ്പെടുത്തി എന്ന് ഉദ്ദേശിക്കുന്നത്. അവന്റെ പെൻ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത്. ഈ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന പ്രവൃത്തി ആര് ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ നഷ്ടപ്പെടുത്തിക്കുന്ന പ്രവൃത്തി ഈ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഹാസ് ആണ് എഴുതുന്നത്. ഇവിടെ പറയുന്ന പ്രവൃത്തി ഈ മുന്നിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല പറഞ്ഞിരിക്കുന്നത്, ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതാവൂ? ഈസേ എഴുതാവൂ. ഇപ്പൊ ഇവിടെ നോക്കാം, വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിൽ ഒരാളാണ് അവന്റെ പേന നഷ്ടപ്പെടുത്തിയത് അല്ലേ? അപ്പൊ പേന നഷ്ടപ്പെടുത്തിയത് ആരാ? ഇവിടുത്തെ ഈ പറയുന്ന സ്റ്റുഡൻസിന് ഒന്നാണ്. അത് മുന്നിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇത് സബ്ജക്റ്റാണ്. അപ്പൊ സബ്ജക്റ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഹാസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഈ പറഞ്ഞുള്ള സെന്റൻസുകളിൽ വൺ ഓഫ് ദ വെച്ച് വരുന്ന സമയങ്ങളിൽ ഇവിടുത്തെ ഈ വൺ ഓഫ് വന്നിരിക്കുന്ന ഭാഗം സബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ആ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹാസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഈ ഭാഗം എന്താണ്? ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതാവും? ഈസ് എഴുതാവും. ഉദാഹരണത്തിന് ഞാൻ ക്വസ്റ്റ്യൻ പറയാം. വൺ ഓഫ് ദ, ഇത് തന്നെ വൺ ഓഫ് ദി സ്റ്റുഡൻസ്. ഓക്കെ, വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് ചിന്തിക്കുക. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് അപ്രീഷിയേറ്റഡ് ബൈ ദ ടീച്ചർ എന്ന് പറയുക. അപ്പൊ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്ത ആരാ? ഇവരാണോ? വൺ ഓഫ് ദ സ്റ്റുഡൻസ് ആണോ? അല്ല, ടീച്ചറാണ് അപ്രീഷിയേറ്റ് ചെയ്തത്, ഇവരല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. കാരണം ടീച്ചറാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരായിരിക്കും? ഈ പറയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് ആയ സ്ഥിതിക്ക് ഇവിടെ എന്താ പിന്നെ നമ്മൾ എന്ത് എഴുതാവും? ഈസ് ആയിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് അപ്രീഷിയേറ്റഡ് എന്നേ പറയാം. അത് നേരെ തിരിച്ച് ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ലോസ്റ്റ് എന്ന് പറയുന്ന പരിപാടി ചെയ്ത ആരാ? ഈ പറയുന്ന കുട്ടികൾ ഒരാളാണ്. അപ്പോൾ ഇവർ സബ്ജക്റ്റാണ്. അങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ഹാസേ ഉപയോഗിക്കും. അപ്പോൾ ഹാസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ ഗിവൺ വേർഡ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ സ്റ്റേജ് 1 പരീക്ഷയിലും ചോദിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? ഇൻഡെക്സിന് 2 പ്ലൂറൽ ഫോം ഉണ്ട്. ഒന്ന് ഇൻഡൈസസ് എന്നും പറയും, ഇൻഡെക്സസ് എന്നും പറയും. ഓക്കെ, പലരും ഇൻഡൈസസിനെ മാത്രം ആണ് പ്ലൂറലാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ല. ഇൻഡൈസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല എങ്കിൽ നമ്മൾ കരുതിക്കോ ഇൻഡെക്സസ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ആ ഇൻഡെക്സസിന്റെ സ്പെല്ലിംഗ് എന്താണ്? ഇതാണ്.
ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദ ബാങ്ക് ക്ലർക്ക് ട്രൈ ടു ഡാഷ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ് അക്കൗണ്ട്. ഇവിടെ ഈ പറഞ്ഞ സെൻറ്റൻസിന് അനുയോജ്യമായി വരുന്നത് ഏത് വാക്കായിരിക്കും? എംപവർ ആയിരിക്കുമോ, എംബലിഷ് ആയിരിക്കുമോ, എംബ്രോയിൽ ആയിരിക്കുമോ, എംബസിൽ ആയിരിക്കുമോ? ഓക്കെ, ഇത് PS ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും ഇതേ വാക്ക് വെച്ച് വേറെ രീതിയിലൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ സിനോണിം എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ആന്റോണിയം എഴുതാൻ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾ അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലുണ്ട്. അതൊക്കെ എംബസിലാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. എന്താണ് എംബസിൽ? വകമാറ്റി ചിലവഴിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എംബസിലാണ്. ഇനി എന്താണ് എംപവർ? ശാക്തീകരിക്കുക. എംബലിഷ് എന്താണ്? അലങ്കരിക്കുക. എംബ്രോയിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എംബസിലാണ്. ഇനി അടുത്ത്, ഹീസ് ബെനവലന്റ് ദോ ഹിസ് ഫാദർ ഇസ് ഡാഷ്. അവൻ വളരെ ബെനവലന്റ് ആണ്, കരുണയുള്ളവനാണ്, മനുഷ്യത്വമുള്ളവനാണ്. പക്ഷേ അവൻ്റെ അച്ഛൻ അങ്ങനല്ല. ദോ ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ബട്ടന്റെ അർത്ഥം വരുന്നതാണ് ദോ. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ഓപ്പോസിറ്റ് എഴുതാനാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ബെനവലന്റ് ഓപ്പോസിറ്റ്? മാലവലന്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് ബോണഫിഡെ? ബോണഫിഡെ എന്ന് വെച്ചാൽ എന്താ? ജെന്യുവിൻ എന്നർത്ഥത്തിലാണ്. ഓക്കെ, ബോണഫിഡെ എന്താണ്? ജെന്യുവിൻ. ഇനി ബെനിഫിഷ്യൽ നമുക്കറിയാമല്ലോ. ഡെലിജന്റ് എന്ന് വെച്ചാൽ എന്താ? ഇൻഡസ്ട്രീസ്, കഠിനാധ്വാനി എന്നർത്ഥമാണ് ഡെലിജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈനാമിക് ഇൻഡസ്ട്രീസ് എന്നൊക്കെ നമുക്ക് പറയാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കാം, ദ കോർട്ട് ഇമ്പോസ് ഡാഷ് ഹെവി പെനാൽറ്റി. അപ്പോൾ ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻഡോ സമ്മ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, എയോ ദായോ. ഇവിടെ എന്തായിരിക്കും? എ ആയിരിക്കും ഉപയോഗിക്കുക. ഇതൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പെട്ടെന്ന് ആൻസർ പറഞ്ഞത്, വെറുതെ സമയം കളയണ്ടല്ലോ. ദ കോർട്ട് ഇമ്പോസ് എ ഹെവി പെനാൽറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക, ഫൈൻഡ് ദ ആന്റണിം ഫോർ ദ ഫോളോയിങ് വേർഡ് അഡ്മയർഡ്. ഇത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ. അഡ്മയർഡിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്മയർഡ് എന്താ? ആരാധിക്കുക എന്നർത്ഥമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? പുച്ഛിക്കുക എന്നർത്ഥം വരാം. അപ്പോൾ അതേ അർത്ഥം വരയ്ക്കുന്നത് ഏത്? അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇതായിരിക്കും സ്കോൺഡ് ആണ്. സ്കോൺഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. പ്രേസ്ഡ് നമുക്കറിയാം, ഇതേ അർത്ഥം തന്നെയാണ് പുകഴ്ത്തുക. സ്കോൾഡഡ് ശകാരിക്കുക. അഡ്വൈസ്ഡ് ഉപദേശിച്ചു, അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, വി ഷാൾ കം ഇഫ് വി ഗെറ്റ് ഡാഷ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ എന്തായിരിക്കും വരിക? ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങളുടേതായിട്ടുള്ള ആൻസർ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ കറക്റ്റ് ആൻസർ ആൻ ആണ്. അതായത് ഞങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വരാം എന്നർത്ഥമില്ല. അപ്പോൾ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആൻ ഓപ്പർച്യൂണിറ്റി. എ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമോ? ഇല്ല. കാരണം ഓ എന്ന് പറയുന്നത് എന്താണ്? വവൽസ് ശബ്ദമാണ്. അതുകൊണ്ട് നമ്മൾ ആനെ ഉപയോഗിക്കത്തുള്ളൂ. ആൻ ഓപ്പർച്യൂണിറ്റി. ഇനി അടുത്ത് വിച്ച് ഓഫ്, ഇവിടെ എന്തോടെ ദ ഉപയോഗിക്കാത്ത? കാരണം ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ദ ഉപയോഗിക്കാൻ. ഓക്കെ, ഇനി അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് ഇസ് ഇൻകറക്റ്റ്. ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിലെ ഏത് ഭാഗമാണ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, നിങ്ങൾ ഉച്ച സമയം തരികയാണ് നിങ്ങൾക്ക്, കാരണം ഒരു സെൻറ്റൻസ് വായിക്കണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസറിൽ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നുണ്ട് ഈ ഐ നോ ഐ വിൽ ബി എന്ന് ഉറപ്പില്ല. ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്? ഐ നോ ഐ ആം കമ്പൽഡ് എന്നാണ് പറയേണ്ടത്. ഞാൻ നിർബന്ധിതനാണ് ടു ലീവ് ദിസ് ഹൗസ്, ഈ വീട് വിടാൻ, ദിസ് വീക്ക്, ഈ ആഴ്ച. കാരണം അത് വിച്ച് വിൽ ബി വെരി ഡിസ്അഡ്വാൻറ്റേജസ് ഫോർ മീ, അല്ലേ? അങ്ങനെ വീട് മാറുന്നത് എനിക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമാണ്. ഇവിടെ ഐ ആം എന്നായിരുന്നു വേണ്ടത്, വിൽ ബി അല്ല, ഐ ആം എന്നാണ് വരേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ അത് സി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഫ്രേസൽ വെർബാണ്. ഐ വിൽ ഡാഷ് യു നെക്സ്റ്റ് സൺഡേ. അതായത് അടുത്ത സൺഡേ ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ പലതവണ നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നതാണ്. വിസിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫ്രേസൽ വെർബ് എന്തൊക്കെയുണ്ട്? കാൾ അറ്റുണ്ട്, കാൾ ഊണുമുണ്ട്. വിസിറ്റ് എ പ്ലേസ് ആണെങ്കിൽ കാൾ അറ്റും, വിസിറ്റ് എ പേഴ്സൺ ആണെങ്കിൽ കാൾ ഊണും. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വേർ ഇസ് ഡാഷ് വൺ യു ബോട്ട് എസ്റ്റർഡേ. ഇവിടെ എന്തായിരിക്കും നോക്കാം? യു ബോട്ട് എസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ വാങ്ങിച്ച സാധനം എന്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച സാധനം എന്ന് പറയുമ്പോൾ അത് ഡെഫിനറ്റായി ആ സാധനമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. അതേതാണ്? ദായാണ്.
ഇതാണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഞാൻ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസ് കളയുന്ന ചോദ്യങ്ങളായിരുന്നില്ല. എനിക്ക് നല്ല വ്യക്തമാണ്, കാരണം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ പലരിലും ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പങ്ങളെല്ലാം ഈ പറയുന്ന ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തതിലൂടെ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി നമ്മുടെ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.